മറ്റൊരു പ്രധാനപ്പെട്ട വാർത്തയിലേക്ക് പോകുന്നു. IPS ഉദ്യോഗസ്ഥൻ യോഗേഷ് ഗുപ്തയുമായുള്ള പോരിൽ സർക്കാരിന് തിരിച്ചടി. 5 ദിവസത്തിനകം വിജിലൻസ് ക്ലിയറൻസ് സർട്ടിഫിക്കറ്റ് നൽകാൻ ഉത്തരവിട്ട് കേന്ദ്ര അഡ്മിനിസ്ട്രേറ്റീവ് ട്രൈബ്യൂണൽ ഉത്തരവ് വന്നിരിക്കുകയാണ്. കേന്ദ്ര സർവീസിലേക്ക് മടങ്ങാനാണ് ക്ലിയറൻസ് സർട്ടിഫിക്കറ്റ്. ശ്യാം ദേവരാജും റോഷിപാലുമുണ്ട്. ആദ്യം ശ്യാമിലേക്കാണ്. ശ്യാം, ഇപ്പോൾ സർക്കാരിന് തിരിച്ചടിയാകുന്ന തീരുമാനമാണ് ഇപ്പോൾ കേന്ദ്ര അഡ്മിനിസ്ട്രേറ്റീവ് ട്രൈബ്യൂണലിൽ നിന്ന് വന്നിരിക്കുന്നത്. തന്നോട് പകപോക്കുകയാണ് എന്നാണ് ഇതിൽ പ്രധാനമായും യോഗേഷ് ഗുപ്ത ആരോപിച്ചിരുന്നത്. അത് ശരിവെക്കുകയാണോ ഇപ്പോൾ കേന്ദ്ര അഡ്മിനിസ്ട്രേറ്റീവ് ട്രൈബ്യൂണൽ? അങ്ങനെ തന്നെയാണ്. കേന്ദ്ര അഡ്മിനിസ്ട്രേറ്റീവ് ട്രിബ്യൂണലിന്റേതാണ് സുപ്രധാനമായ ഉത്തരവ്. അത് സംസ്ഥാന സർക്കാരിന്റെ തിരിച്ചടിയാണ്. യോഗേഷ് ഗുപ്ത IPS അനുകൂലമായ ഒരു നിലപാട് കൂടിയാണ് കേന്ദ്ര അഡ്മിനിസ്ട്രേറ്റീവ് ട്രിബ്യൂണലിൽ നിന്ന് പുറത്തു വരുന്നത്. അത് ഈ കേന്ദ്ര സർവീസിലേക്ക് മടങ്ങാൻ ആവശ്യമായ ക്ലിയറൻസ് സർട്ടിഫിക്കറ്റ്, വിജിലൻസ് ക്ലിയറൻസ് സർട്ടിഫിക്കറ്റ് നൽകണമെന്നതാണ് യോഗേഷ് ഗുപ്തയുടെ ആവശ്യം. പക്ഷേ ഇത് നൽകാൻ സംസ്ഥാന സർക്കാർ തയ്യാറായിരുന്നില്ല. ഇത് ചോദ്യം ചെയ്താണ് യോഗേഷ് ഗുപ്ത കഴിഞ്ഞ ദിവസം കേന്ദ്ര അഡ്മിനിസ്ട്രേറ്റീവ് ട്രിബ്യൂണലിനെ സമീപിച്ചത്. തുടർന്നാണ് ഈ രീതിയിൽ ഒരു അനുകൂലമായ ഉത്തരവ് ഇന്ന് പുറത്തു വരികയും കൂടി ചെയ്യുന്നത്. 5 ദിവസത്തിനുള്ളിൽ വിജിലൻസിന്റെ സ്റ്റാറ്റസ് റിപ്പോർട്ട് നൽകണമെന്നാണ് ഉത്തരവ്. യോഗേഷ് ഗുപ്തയുടെ ഹർജിയിലാണ് നടപടി. കേന്ദ്രം പലതവണ ആവശ്യപ്പെട്ടിട്ടും ഈ സ്റ്റാറ്റസ് റിപ്പോർട്ട് സംസ്ഥാന സർക്കാർ കൈമാറിയിരുന്നില്ല. ഈ സാഹചര്യത്തിൽ കൂടിയാണ് കേന്ദ്ര അഡ്മിനിസ്ട്രേറ്റീവ് ട്രിബ്യൂണലിനെ സമീപിച്ചതും കേന്ദ്ര അഡ്മിനിസ്ട്രേറ്റീവ് ട്രിബ്യൂണൽ ഈ രീതിയിൽ യോഗേഷ് ഗുപ്തയ്ക്ക് അനുകൂലമായ ഒരു ഉത്തരവിറക്കുന്നതും. കഴിഞ്ഞ 3 വർഷത്തിനിടെ ഏതാണ്ട് 7 തവണയാണ് യോഗേഷ് ഗുപ്തയെ വിവിധ സ്ഥാനങ്ങളിലേക്ക് സ്ഥലം മാറ്റിയത്. ഏറ്റവും ഒടുവിൽ ഗതാഗത വകുപ്പിലേക്കായിരുന്നു സ്ഥലം മാറ്റവും റോഡ് സുരക്ഷാ കമ്മീഷണറാക്കിയാണ് കഴിഞ്ഞ ദിവസം ഉത്തരവിറക്കിയിരുന്നത്. ഇതുൾപ്പെടെയുള്ള നടപടികൾ ചോദ്യം ചെയ്തായിരുന്നു യോഗേഷ് ഗുപ്ത കേന്ദ്ര അഡ്മിനിസ്ട്രേറ്റീവ് ട്രിബ്യൂണലിനെ സമീപിച്ചത്. ശരി, റോഷിപാലുമുണ്ട്. റോഷിപാൽ, ഇപ്പോൾ 3 വർഷത്തിനിടെ 7 തവണ പലയിടത്തേക്കായി സ്ഥലം മാറ്റം നടത്തിക്കൊണ്ടാണ് സർക്കാർ ഒരു പ്രതികാര നടപടിയെടുത്തത്. റോഷിപാൽ, എന്താണ് യോഗേഷ് ഗുപ്തയുമായ സർക്കാരിനുള്ള അഭിപ്രായ വ്യത്യാസം? സ്മൃതി, യോഗേഷ് ഗുപ്ത വിജിലൻസ് ഡയറക്ടറായിരിക്കെ പ്രധാനപ്പെട്ട ചില കേസുകളിൽ സർക്കാരിൻ്റെ നിലപാടിന് വിരുദ്ധമായി ഇടപെട്ടു എന്നതാണ് യോഗേഷ് ഗുപ്ത സർക്കാരുമായുള്ള ഒരു തർക്കത്തിൻ്റെ തുടക്കമായത്. വിജിലൻസ് ഡയറക്ടർ സ്ഥാനത്ത് നേരെ ഫയർഫോഴ്സ് മേധാവിയായി യോഗേഷ് ഗുപ്തയെ മാറ്റി. അതിൽ യോഗേഷ് ഗുപ്തയ്ക്ക് കടുത്ത അസംതൃപ്തി ഉണ്ടായിരുന്നു. തൊട്ടു പിന്നാലെയാണ് യോഗേഷ് ഗുപ്ത കേന്ദ്ര സർവീസിലേക്ക് പോകാനായി സർക്കാരിനെ സമീപിച്ചത്. അങ്ങനെ സമീപിച്ചപ്പോൾ വിജിലൻസ് ക്ലിയറൻസ് വൈകിപ്പിച്ചു എന്നാണ് ഏറ്റവും പ്രധാനപ്പെട്ടത്. 9 തവണയോളം കേന്ദ്ര സർക്കാർ ഈ കാര്യത്തിൽ സംസ്ഥാനത്തോട് വിശദീകരണം തേടിയപ്പോഴും കൃത്യമായി മറുപടി നൽകിയില്ല എന്നടക്കമുള്ള ആരോപണങ്ങൾ യോഗേഷ് ഗുപ്ത ഉയർത്തുകയുണ്ടായി. പിന്നീട് സംസ്ഥാന പോലീസ് മേധാവിക്ക് പോലും ഇത് സംബന്ധിച്ച് പരാതി നൽകിയിരുന്നു. കാരണം RTI വഴി ചില രേഖകൾ എടുക്കാനുള്ള ശ്രമം നടത്തി യോഗേഷ് ഗുപ്ത. അവിടെ അനുകൂലമായൊരു തീരുമാനം പോലീസ് ആസ്ഥാനത്ത് വന്നില്ല. അതാണ് പിന്നീട് പോലീസ് മേധാവിക്ക് പരാതി നൽകാനുള്ള കാരണം. മറ്റൊന്ന്, തൻ്റെ കാര്യങ്ങളിൽ തീരുമാനമാകാത്തതിനെ തുടർന്ന് മുഖ്യമന്ത്രിയുടെ പൊതുജന പരാതി പരിഹാര സെല്ല് വഴി ഒരു പരാതി നൽകിയതും വലിയ വിവാദങ്ങൾക്ക് വഴിയൊരുക്കിയിരുന്നു. കാരണം IPS ഉദ്യോഗസ്ഥന്മാർ അല്ലെ IAS ഉദ്യോഗസ്ഥന്മാർക്ക് ഇങ്ങനെ മുഖ്യമന്ത്രിയുടെ പൊതുജന പരാതി പരിഹാര സെല്ല് വഴി പരാതി നൽകാൻ പാടില്ല എന്നതാണ് ചട്ടം. ആ ചട്ടങ്ങൾ ലംഘിച്ചു എന്നതും സർക്കാരിനെ കൂടുതൽ പ്രകോപിപ്പിച്ചു. അങ്ങനെ സർക്കാരുമായി നേർക്കുനേറുള്ള ഒരു പോരാട്ടത്തിലേക്ക് യോഗേഷ് ഗുപ്ത എത്തുകയായിരുന്നു. അങ്ങനെ ട്രിബ്യൂണലിനെ സമീപിച്ചതോടുകൂടി കൂടുതൽ വൈരാഗ്യമുണ്ടാകുന്നു. പിന്നീട് സർക്കാർ വീണ്ടും ഫയർഫോഴ്സ് മേധാവി സ്ഥാനത്ത് നിന്നും റോഡ് സുരക്ഷാ കമ്മീഷണറാക്കി യോഗേഷ് ഗുപ്തയെ മാറ്റുകയും ചെയ്തു. ഏതാണ്ട് 7 തവണ തുടർച്ചയായി. അത് കേന്ദ്ര സിവിൽ സർവീസ് ചട്ടങ്ങൾക്ക് വിരുദ്ധമായിട്ടാണ് ഇങ്ങനെ മാറ്റിയത് എന്ന പരാതി ഉൾപ്പെടെയുണ്ട്. കാരണം 2 വർഷമെങ്കിലും ഏറ്റവും ചുരുങ്ങിയത് ഒരേ പദവിയിൽ നിലനിർത്താൻ ശ്രമിക്കണം. അല്ലെങ്കിൽ കേന്ദ്രത്തിൻ്റെ അനുമതി വാങ്ങിക്കണം. അനുമതിയില്ലാതെ സ്ഥലം മാറ്റാൻ പാടില്ല എന്നതാണ് ചട്ടം. ആ ചട്ടങ്ങളൊക്കെ സംസ്ഥാന സർക്കാർ തെറ്റിച്ചു എന്നതടക്കമുള്ള പരാതികളുണ്ട്. ആ പരാതികളിലാണ് ഇപ്പോൾ ട്രിബ്യൂണലിൽ നിന്ന് അനുകൂലമായ ഉത്തരവ് വരുന്നത്. ഇനി സ്വാഭാവികമായും കേന്ദ്ര സർവീസിലേക്ക് യോഗേഷ് ഗുപ്ത പോകും. ശരി, റോഷിപാലും ശ്യാം ദേവരാജുമാണ് വിവരങ്ങൾ നൽകിയത്. യോഗേഷ് ഗുപ്തയ്ക്ക് ക്ലിയറൻസ് സർട്ടിഫിക്കറ്റ് നൽകണം എന്നാണ് ഇപ്പോൾ കേന്ദ്ര ട്രൈബ്യൂണലിൽ ഉത്തരവിട്ടത്.